ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൽഫ് ഡിസിപ്ലിൻ, അതായത് അച്ചടക്കം. ചെറുപ്പത്തിലേ മുതൽ നമ്മൾ ഒത്തിരി അച്ചടക്കങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് പഠിച്ചു, അല്ലാതെയൊക്കെ പഠിച്ചുവെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് വേണ്ടി മാത്രം, മറ്റുള്ളവരെ കാണിക്കാനല്ല, നമ്മുടെ സ്വന്തം ഉന്നമനത്തിന് വേണ്ടി ചില അച്ചടക്കങ്ങൾ അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിച്ചപ്പോൾ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ. ഞാൻ എന്നെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു അച്ചടക്കം എന്നിൽ ആപ്ലിക്കബിൾ ആക്കിയതിന് ശേഷമാണ്. അല്ലെങ്കിൽ ഞാൻ എന്നെ കൂടുതൽ, മറ്റുള്ളവരെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് എൻ്റെ ലൈഫിൽ ഞാൻ അച്ചടക്കം കൊണ്ടുവന്നതിന് ശേഷമാണ്. നമ്മൾ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ ജീവിക്കുന്നവരായാലും സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവർക്ക് ലൈഫിൽ സക്സസ്, റെസ്പെക്റ്റും എല്ലാം ഓട്ടോമാറ്റിക്കലി വന്നോളും. നമ്മളെ ഒന്ന് അലൈൻ ചെയ്ത് നമ്മളെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ മാത്രം മതി. എനിക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉള്ള വ്യക്തിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ. എനിക്കൊരു കുഞ്ഞുണ്ടായതിന് ശേഷം ഞാൻ ജോലിയെല്ലാം റിസൈൻ ചെയ്ത് ഹൗസ് വൈഫായിട്ടിരിക്കുകയാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ചില ടൈമിൻ്റെ പരിമിതികൾ കൊണ്ട് നമ്മൾ തന്നെ ഒരു ഓട്ടോമാറ്റിക് ഡിസിപ്ലിൻ അച്ചടക്കത്തിലൂടെ ആയിരിക്കും നമ്മുടെ ലൈഫ് പോകുന്നത്. പക്ഷേ നമ്മൾ വെറുതെ ഒരു ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കുമ്പോൾ ആ അച്ചടക്കങ്ങളൊന്നും ആരും നമ്മളെ ഇത്ര സമയത്തിനുള്ളിൽ ഇത് ചെയ്യണമെന്നോ ഇത്ര കറക്റ്റ് സമയത്തിനുള്ളിൽ ഭക്ഷണം കഴിക്കണമെന്നോ പോലും നമുക്കൊരു റൂൾ ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് പോവുകയാണ് ചെയ്യുക. ആ അച്ചടക്കമില്ലായ്മ നമ്മളെ തന്നെ നമ്മളോട് റെസ്പെക്റ്റ് ഇല്ലാതെയും മറ്റുള്ളവർക്കും നമ്മളോട് റെസ്പെക്റ്റ് ഇല്ലാതെ ആക്കുന്നതിന് ഭയങ്കരമായിട്ടൊരു കാരണമായി. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന സമയത്ത് എത്തണം. അവിടെ പോലും ചായ കുടിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും മീൻസ് ഓരോ ജോലികൾ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം, അത്ര സമയത്തിനുള്ളിൽ കഴിഞ്ഞിട്ട് തിരിച്ചു വരണം. അങ്ങനെ ഒരു ടൈം ഫ്രെയിം ഉണ്ടല്ലോ. ആ ടൈം ഫ്രെയിമിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അച്ചടക്കം നമ്മളായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു ഫ്രെയിമിനകത്ത് നിൽക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ വീട്ടിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജോലിയൊന്നും ഇല്ലാതെ നമ്മൾ വെറുതെ ആരും നമ്മളെ മോണിറ്റർ ചെയ്യുന്നില്ല, എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു കൺട്രോളും ഇല്ലാതെ നമ്മുടെ ലൈഫ് വെറും വേസ്റ്റായിപ്പോയി. ആർക്കും നമ്മളെ ഒരു വിലയില്ലാതായിപ്പോയി നമ്മൾ പറയുമല്ലോ. ആരും വിലയില്ലാതെ ആക്കിയത് നമ്മളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ജോലിയൊന്നും ഇല്ലെങ്കിലും എൻ്റെ മോന് 6 വയസ്സായി, 6 വർഷത്തോളം ഒരു ഡിസിപ്ലിനും ഇല്ലാതെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പം ഞാനത് തിരിച്ചറിഞ്ഞിട്ട് ഒരു 2-3 മന്ത്സായി ഞാൻ നല്ല ഡിസിപ്ലിൻ ഞാൻ തന്നെ എന്നെ രൂപപ്പെടുത്തിയെടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓട്ടോമാറ്റിക്കലി റെസ്പെക്റ്റ് വരാൻ തുടങ്ങി. ആൾക്കാർക്ക് നമ്മളത് നോക്കുന്നതിൻ്റെ അവൾ വലിയ സംഭവമായി അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നു എന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും. അപ്പോൾ അത് ഞാൻ നേടിയെടുത്തു. അതിപ്പം എന്നെ പോലെ തന്നെ ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് പ്രധാനമായിട്ട് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കണം ആദ്യം. എന്നാലല്ലേ ഇത് ശരിയാക്കി ഇങ്ങനെ അല്ല ചെയ്യേണ്ടതെന്നുള്ളൊരു ഇത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഹസ്ബൻഡിന് ജോലിക്ക് പോകണമായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ചില ദിവസങ്ങളിൽ ഫുഡ് വേണം, ചില ദിവസങ്ങളിൽ ഫുഡ് വേണ്ട, അങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ എപ്പോഴാണ് ഉറക്കം ഉണരുന്നത് അതാണ് ഞാൻ എഴുന്നേൽക്കുന്ന സമയം. അല്ലാതെ അലാറം സെറ്റ് ചെയ്തിട്ട് ആ അലാറം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് വരിക, അല്ലെങ്കിൽ അലാറം ഓഫാക്കിയിട്ട് പിന്നെയും കിടന്നുറങ്ങുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എന്നെ ആരും നിർബന്ധിക്കുന്നില്ല. ഹസ്ബൻഡിനും അങ്ങനെ പർട്ടിക്കുലറായിട്ട് ഇന്ന സമയത്തിനുള്ളിൽ പോകണം അങ്ങനെയൊന്നുമില്ല. സ്വന്തം ബിസിനസ് ആയതുകൊണ്ട് ഫ്രീ ടൈം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യില്ല. ഞാൻ നേരെ അടുക്കളയിലോട്ട് പോവുക. എന്നാ വെച്ചാൽ ഞാൻ ഇച്ചിരി ടൈം ലേറ്റായിട്ടാണ് എഴുന്നേറ്റെന്നൊരു ബോധം ഉള്ളതുകൊണ്ട് നേരെ അടുക്കളയിൽ പോയി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എനിക്ക് സ്വന്തമായിട്ടൊരു ടൈം അവിടെ ഞാൻ മോർണിംഗിൽ കൊടുക്കത്തില്ലായിരുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ, ഹസ്ബൻഡ് ജോലിക്ക് പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു, കുഞ്ഞിനും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലികളൊക്കെ ഉണ്ട് വീട്ടിൽ. പക്ഷേ ഞാൻ അതൊന്നും ചെയ്യാൻ പോകത്തില്ല. നമ്മൾ പിന്നെ ഫോണിൽ ഇന്നലെ ഈ രാവിലെ ആയപ്പോൾ ആരൊക്കെ ഗുഡ് മോർണിംഗ് അയച്ചു, അവർക്ക് തിരിച്ച് ഗുഡ് മോർണിംഗ് അയക്കണം. അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ സ്റ്റാറ്റസ് ഇടണം. സ്റ്റാറ്റസ് ആരൊക്കെ നോക്കിയെന്ന് ചെക്ക് ചെയ്യണം. ആരെങ്കിലും അതിന് ലൈക്ക് ചെയ്തോ എന്ന് നോക്കണം. അങ്ങനെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി അങ്ങ് ടൈം വേസ്റ്റ് ആകുക. പിന്നെ ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ടാകും, അവർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് കാണാൻ പോകും. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പിന്നെ അങ്ങ് ഷോർട്സിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒക്കെ ബഹളമാണ്. പിന്നെ നമ്മൾ അതിനകത്ത് അങ്ങ് മുഴുകിയിരിക്കുക. എന്നുവെച്ചാൽ ആരും നമ്മളെ ഫോഴ്സ് ചെയ്യുന്നില്ല എന്തെങ്കിലും ചെയ്തു തീർക്കണം എന്നുള്ളത്. ഇനി നമ്മൾ ഹസ്ബൻഡാണെങ്കിൽ വൈകുന്നേരം വരുള്ളൂ, കൊച്ചിന് ടൈമിൽ ഫുഡ് കൊടുക്കുക.
അങ്ങനെ ഞാനിരുന്ന് എൻ്റെ ടൈം എല്ലാം അങ്ങനെ വേസ്റ്റായി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെപ്പം മെസ്സേജ് അയച്ചാലും ഞാൻ അപ്പം തന്നെ മറുപടി അയക്കും. ആരെപ്പം നോട്ടിഫിക്കേഷൻ എന്ത് സ്വരം കേട്ടാലും ഞാൻ എവിടെ ആണെങ്കിലും ഓടി വന്നിട്ട് ഞാൻ അതിന് മറുപടി അയക്കും. ആരെന്തെങ്കിലും സംസാരിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോണിൽ ഇങ്ങനെ ഇഷ്ടംപോലെ സമയം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടികൾ. പിന്നെ ഞാൻ സെൽഫ് ഡിസിപ്ലിൻ ഞാൻ തന്നെ ഒന്ന് ചേഞ്ച് ആയാലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനിതെല്ലാം മാറ്റി. ഞാൻ അലാറം വെച്ചിട്ട് അടിക്കുന്ന സമയത്ത് സ്നൂസ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണുണ്ട്, അത് ഞാൻ ഞെക്കാറില്ല. അടിക്കുന്ന സമയത്ത് തന്നെ എഴുന്നേക്കും. ആദ്യം ഞാൻ അടുക്കളയിലോട്ട് ഓടുന്ന പരിപാടി നിർത്തി. ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ കെയറിനും ഞാൻ പല്ല് തേച്ച് നമ്മുടെ മുടിയെല്ലാം ചീകി വെച്ച് എല്ലാം ഞാൻ എൻ്റെ കാര്യങ്ങൾ ആദ്യം ചെയ്യാൻ തുടങ്ങി. അതിന് ശേഷം ഞാൻ കിച്ചണിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ എനിക്കിന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട്, നമ്മളൊരു ഹൗസ് നോക്കുന്ന ആളെന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ. ഇന്ന് എനിക്ക് ഫുഡ് ഉണ്ടാക്കണം, അല്ല ക്ലീനിങ്ങിൻ്റെ ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, അതല്ല ക്ലോത്ത് വാഷ് ചെയ്യാണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡെയിലി ചെയ്യേണ്ടതുണ്ടല്ലോ. അതൊക്കെ ആദ്യം തന്നെ അങ്ങ് ഞാൻ ചെയ്യുക. പിന്നെ 1, 2, 3 ചില സമയങ്ങളിൽ 4 മണിക്കൂർ വരെയൊക്കെ എടുക്കും ഇതെല്ലാം ഒന്ന് ഫിനിഷ് ആകാൻ. ഒന്നാലും കുഴപ്പമില്ല, അതെല്ലാം ചെയ്ത് തീർക്കുമ്പോഴത്തേക്കും ഒരു ഉച്ചയൊക്കെ ആവും. ഓക്കെ, ആ സമയത്തിന് ശേഷം പിന്നെ നമ്മുടെ കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറേ സമയമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സമയം TV കാണും, അല്ലെങ്കിൽ കൊച്ചിൻ്റെ കൂടെ കുറച്ച് കളിക്കും. അതല്ലെങ്കിൽ എനിക്ക് മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ നോക്കാനുണ്ട്, HD വീഡിയോ ഒക്കെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അതൊക്കെ ചെയ്യും. അതിന് ശേഷം പിന്നെ സമയം ബാക്കി വരാൻ തുടങ്ങി. മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ അനാവശ്യമായിട്ട് ഒത്തിരി സമയം ചിലവഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിന് സമയം പോകുന്നതൊന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ എനിക്ക് ജോലി എന്തെങ്കിലും മീൻസ് നമ്മുടെ വീട് കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്യാൻ തോന്നുമ്പം ഭയങ്കര സമയം, അയ്യോ ഇതിന് ഇത്ര സമയം എടുക്കുന്നത്, എന്താ പണി തീരാത്തേ. ആക്ച്വലി ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്ന അൺവാണ്ടഡ് തിങ്സിനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ ഒരു 2 മാസം കൊണ്ട്. അവിടെ ഞാൻ ഒത്തിരി സമയം ഈ മൊബൈലാണ് കൂടുതലും, സോഷ്യൽ മീഡിയയാണ്. അതിനകത്ത് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സമയം ഇത്ര നേരമായി ഞാൻ കാണുന്നു, ഇതെനിക്ക് ആവശ്യമില്ലാത്തതാണെന്നുള്ളൊരു ചിന്താഗതി പോലും എനിക്ക് ഒരിക്കൽ പോലും വന്നിട്ടില്ലെന്നുള്ളതായിരുന്നു അത്രയും വർഷങ്ങളായി. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ കെയർ അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. ഞാനിപ്പം നല്ല തടിയൊക്കെ വെച്ചിട്ടിരിക്കുന്നു. ഇതൊന്ന് കുറയ്ക്കണം എന്നുള്ള രീതിയിൽ ഞാൻ എക്സസൈസൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ എൻ്റെ പേഴ്സണൽ കെയർ, മുടിക്ക് കെയർ ചെയ്യത്തില്ലായിരുന്നു, മുഖത്തിന് കെയർ ചെയ്യത്തില്ലായിരുന്നു. മീൻസ് നമ്മൾ ഹൗസ് വൈഫ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഔട്ട്സൈഡിൽ പോകുമ്പോൾ ആൾക്കാരെന്താണ് നമ്മളെക്കുറിച്ച് പറയുന്നത് പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ കല്യാണമൊന്നും കഴിക്കാതിരുന്നപ്പം നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഭയങ്കര ഇതായിരുന്നു, നമ്മളെ കെയർ ചെയ്യണം, മറ്റുള്ളവർ നമ്മളെ കാണും കേൾക്കും എന്നൊക്കെ. ആ ഒരു ചിന്താഗതി നമ്മൾ ഹൗസ് വൈഫ് ആയി കഴിയുമ്പോൾ ടോട്ടലി നമ്മളങ്ങ് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയല്ല, നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ മാത്രം നോക്കുന്നതിൽ നമ്മൾ തിരക്കായി പോകും. നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, സത്യമാണത്. എൻ്റെ ലൈഫിൽ ഞാൻ ഈ 6 വർഷം എന്നെ ശ്രദ്ധിച്ചതേ ഇല്ല. ഞാൻ അനാവശ്യമായിട്ട് ഫുഡുകൾ എല്ലാവരും ബാക്കി വെക്കുന്ന ഫുഡൊക്കെ ഞാൻ കഴിക്കും, എന്നിട്ട് ഞാൻ എൻ്റേതും കഴിക്കും. അങ്ങനെ ഞാൻ ഓവർ വെയിറ്റായി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഐഡിയൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 55 കിലോ ആയിരുന്നു വേണ്ടത്. ഇപ്പോഴും ഞാൻ 62 കിലോ ഉണ്ട്. ഞാൻ എന്നിട്ട് തടി കുറയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കുറച്ചൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഫുള്ളൊക്കെ ആയിട്ട് വേണം എനിക്ക് പിക്ചറൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ എൻ്റെ സ്വന്തമായിട്ട് തടി കുറയ്ക്കുന്ന ഡിസിപ്ലിനിലേക്ക് മാറി. പിന്നെ ഞാൻ കേൾക്കുന്ന വീഡിയോസൊക്കെ എനിക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ എൻ്റെ സെൽഫ് മോട്ടിവേഷന് വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ അതിന് ഉപകരിക്കുന്നത് മാത്രം കാണാനും കേൾക്കാൻ തുടങ്ങി. ഈവൻ ഞാൻ ന്യൂസ് പോലും മണിക്കൂറുകളോളം ഞാൻ ന്യൂസുകൾ വെച്ചിട്ട് ഇങ്ങനെ കാണുമായിരുന്നു. ആ ന്യൂസ് മാറ്റി ഈ ന്യൂസ് മാറ്റി, ന്യൂസ് ചാനലുകൾ മാറ്റി ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താവശ്യമാണെന്ന് എനിക്കിപ്പം ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, എന്ത് കാര്യത്തിനാണ് ഞാൻ ഈ ന്യൂസ് എല്ലാം കാണുന്നത്. അപ്ഡേറ്റ് ആയിട്ട് മെയിനായിട്ടുള്ള 1-2 ന്യൂസ് ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് മനസ്സിലാവും, അത് മതിയെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം ഞാൻ ആ ന്യൂസ് കാണുന്ന പരിപാടികളൊക്കെ നിർത്തി. ഇപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ അല്ലെങ്കിൽ എൻ്റെ ഗൂഗിൾ സെർച്ചിൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണം എന്നതിനെപ്പറ്റി മാത്രമേ എൻ്റെ പേഴ്സണൽ ഹിസ്റ്ററിയിൽ കാണത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര പ്രൗഡാണ് അതിൽ. എന്നാന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ ചേഞ്ച് ആക്കി, എൻ്റെ ലൈഫിന് ഒരു ഓർഡറൊക്കെ വന്നു. ഇപ്പോൾ എനിക്ക് ഒത്തിരി അംബീഷൻസ്, ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ പൂവണിയും പറ്റുമെന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എന്നാന്ന് വെച്ചാൽ അതിനു മുമ്പ് ഞാനിങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ ആരാധികയായി മാറിയപ്പോൾ എൻ്റെ ലൈഫിൽ വന്ന ചേഞ്ചസിനെ പറ്റിയാണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും. അതിനുശേഷം എൻ്റെ ലൈഫിൽ ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട ഈ 2 മാസത്തിൽ വന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ, ഞാൻ കറക്റ്റ് സമയത്ത് എഴുന്നേക്കും. ഈ മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, സ്വരങ്ങളൊന്നും ഇല്ലാതെ
മീൻസ് മെഡിറ്റേഷനാണ് അത് ശരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മുടെ സാഹചര്യം അനുസരിച്ചാണല്ലോ. എനിക്ക് എവിടെയെങ്കിലും ഒരു റൂമിൽ ആരും ഇല്ലാത്തത് പോയി ഒറ്റയ്ക്കിരുന്ന് കണ്ണുടച്ച് ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാനുള്ളൊരു സാഹചര്യം എനിക്കില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള ടൈം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിൽ കയറി കഴിഞ്ഞിട്ട് കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. നമ്മുടെ ചിന്തകളെയാണല്ലോ മെഡിറ്റേഷൻ ഉദ്ദേശിക്കുന്നത്. ചിന്തകളെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് നല്ല നല്ല അഫർമേഷൻ പറയുക, അല്ലെങ്കിൽ അഫർമേഷൻ കേൾക്കുക, ഇതൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ എൻ്റെ ലൈഫിനെ സ്വാധീനിച്ചു. എനിക്ക് തന്നെ ഭയങ്കര കോൺഫിഡൻസ്. ഐ ആം ഫുള്ളി ഹാപ്പി നൗ. നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് ശരിക്കുമുള്ള സന്തോഷം നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. നമ്മൾ നമുക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഫ്യൂച്ചറിലേക്ക് പ്ലാനുകളുണ്ടാക്കി. അതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസും അതിനുള്ള വഴികളും ഒക്കെ നമ്മൾ എഴുതി വെച്ചു. ജേണൽ എഴുതാൻ തുടങ്ങി. ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ ഒരു 2 മന്തിനുള്ളിലാണ് ഞാൻ ചെയ്തത് ഇതെല്ലാം. അപ്പോൾ തന്നെ എനിക്ക് തന്നെ തോന്നുക ഞാനിപ്പോൾ ഒരു ന്യൂ വ്യക്തിയായി. ഞാൻ പഴയ ആളെ അല്ല. പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ട് ഫോണിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതൊക്കെ ഞാൻ നിർത്തി. ഇപ്പം ഞാൻ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നു കഴിഞ്ഞാൽ നോക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം റിപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക്. എന്നിട്ട് എന്നോട് എൻ്റെ പല സുഹൃത്തുക്കളും, നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാണല്ലോ നമ്മുടെ പഴയ സുഹൃത്തുക്കളൊക്കെ, നമുക്ക് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവരെയൊക്കെ തപ്പി പിടിച്ചെടുക്കും. അവരൊക്കെ ഓരോ ജോലിയിലൊക്കെ ആയിരിക്കും, എന്നാലും നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യും. ഒരാളെനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യാമെന്ന് അറിയാം, എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. അതെല്ലാം ഞാൻ എൻ്റെ വോയിസ് മെസ്സേജ് കണ്ട് ഞാനിപ്പോൾ അന്തം വിടുന്നുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് 10ാം ക്ലാസ്സിലേ തൊട്ട് ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ അവൾ കഴിഞ്ഞ ദിവസം അവൾക്ക് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടി. അപ്പോൾ അവൾ എനിക്ക് ടീച്ചറായിട്ട് ഞാനിപ്പോൾ പ്രൊമോഷനിലോട്ട് കയറി അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ എൻ്റെ ദൈവമേ, അവൾക്ക് അയച്ച മെസ്സേജുകൾക്ക് ഒരു കൈയും കാലുമില്ല. അവളത് മുഴുവൻ കേട്ടോന്ന് പോലും ഞാൻ നോക്കുന്നില്ല. അതുപോലെ ഞാൻ വോയിസ് മെസ്സേജ്, എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട് ഇത്ര വർഷത്തേക്ക്, അതെല്ലാം ഞാൻ പറഞ്ഞിട്ടും. എന്നാൽ അത് അവരുടെ മാത്രം കാര്യമല്ലേ. അങ്ങനെ എനിക്ക് എന്നോട് സംസാരിക്കാൻ, ഈവൻ എൻ്റെ സിസ്റ്റേഴ്സ് പോലും, എനിക്ക് 2 സിസ്റ്റേഴ്സാണുള്ളത്, അവരോട് പോലും അവരെന്നോട് ചിലപ്പം 1 വേർഡോ അല്ലെങ്കിൽ 2 വേർഡോ സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. ഞാൻ ഇവിടുത്തെ A to Z കാര്യങ്ങൾ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം ഞാനൊരു പൊട്ടത്തിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എവിടുന്ന് റെസ്പെക്റ്റ് കിട്ടാനായിരുന്നു. എന്നിട്ട് ഞാൻ പറയും, നിങ്ങളെനിക്ക് മറുപടി അയക്കുന്നില്ല, എന്താണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ അവരോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും മെസ്സേജ് അയച്ചു, നീ എന്നിട്ട് എനിക്ക് മറുപടി ആകെ 1-2 വാക്ക് അയച്ചു. നീ എൻ്റെ വോയിസ് മെസ്സേജ് ഓരോന്ന് കേൾക്കണം, എന്നിട്ട് അതിന് മറുപടി അയക്കണം. ഇതൊക്കെ ഞാൻ അവരെ പറഞ്ഞു പഠിപ്പിക്കുക. എന്ത് ആവശ്യമായിരുന്നെന്ന് ഞാൻ ഇന്ന് ചിന്തിക്കുന്നു. അവരൊക്കെ അവരുടെ ലൈഫിൽ ജോലിയും കാര്യങ്ങളുമായിട്ട് ബിസിയാണ്. ഞാൻ വെറുതെ ഇരുന്നിട്ട് അവരുടെ ടൈമിനെ കൂടെ വേസ്റ്റ് ആക്കാൻ പറ്റുന്ന ഒരു പൊട്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഈ 2 മാസം കൊണ്ട് ഞാൻ ടോട്ടലി ചേഞ്ചായി. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ എന്താണ് പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അവരെന്നോട് ചോദിക്കാൻ തുടങ്ങി. എന്നാന്ന് വെച്ചാൽ ഞാനിപ്പോൾ അവർക്ക് വേണ്ടി അവൈലബിൾ അല്ല. എൻ്റെ സിസ്റ്റർമാർ 2 പേരും ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ അവർ ഒരാഴ്ച 2-3 ദിവസമായിരിക്കും അവർ ചിലപ്പോൾ എനിക്കൊരു മെസ്സേജ് എന്തെങ്കിലും അയക്കുന്നത്. അവർ 2 പേരും ജോലിക്കാരാണ്. അവർക്ക് മെസ്സേജ് അയച്ച് ഞാൻ അവരെ എല്ലാം കഷ്ടപ്പെടുത്തുകയായിരുന്നു എന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറയാം, അവരെന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ ഇപ്പം എടി സുഖമാണോ, എന്തുകൊണ്ട് വിശേഷം, അപ്പം ഞാൻ പറയും സുഖമാണ്, എല്ലാം നന്നായി പോകുന്നു, ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ മറുപടി. അപ്പോൾ അവരിങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, ഇതെന്താണ് നീ ഒന്നും മെസ്സേജ് അയക്കാത്ത, വോയിസ് മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ എന്നോട് 2 പേരും ചോദിച്ചു കഴിഞ്ഞ മാസം. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ചേഞ്ചായി. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ടൊക്കെ തിരക്കാണ് എന്ന് പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈവൻ എൻ്റെ ബ്ലഡ് റിലേറ്റീവ്സ് ആണല്ലോ അവർ പോലും നമ്മളെ കാണുന്ന കണ്ണ്, അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ഇത് മാറി. അവർക്കും മനസ്സിലായി അവൾ എന്തൊക്കെയോ ചേഞ്ചസ് വന്ന ആൾ ചേഞ്ച് ആയിട്ടുണ്ട് എന്നൊരു തോന്നൽ. പിന്നെ അവർ സംസാരിക്കുമ്പോൾ ആ ഒരു റെസ്പെക്റ്റ് എനിക്ക് കിട്ടാൻ തുടങ്ങി. അതെൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും, ഈവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് പോലും എനിക്ക് കിട്ടും. ഹസ്ബൻഡ് ഓഫീസിലാണെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലൊന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളീനെ ഫോൺ വെക്കാൻ സമ്മതിക്കുമല്ലോ. അതുപോലെ ഞാൻ ഇവിടുത്തെ കുഞ്ഞു കാര്യങ്ങൾ, ഈവൻ കൊച്ചിൻ്റെ ഓരോ കൊച്ചു കാര്യങ്ങൾ പോലും ഞാൻ പറഞ്ഞ ആളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇപ്പം ഞാൻ വിചാരിക്കുക അതൊക്കെ ഞാൻ എന്തൊരു പൊട്ടത്തരാണ് ചെയ്തത്. ഇപ്പം എപ്പോഴും എനിക്ക് ഈ പൊട്ടത്തരം എന്ന് പറയുന്നത്, ഞാൻ അതുപോലത്തെ ഒരു ക്യാരക്ടർ ഇതിൽ നിന്ന് മാറി ഞാൻ എന്നെ മനസ്സിലാക്കി. ഞാനൊരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കി. ആ വാല്യൂവിനെ ഇനിയും വളർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഫ്യൂച്ചറിൽ എനിക്ക് നല്ല ഇങ്ങനെ വെറുതെ ഒരു ഹൗസ് വൈഫായിട്ട് ഇരിക്കേണ്ട, എനിക്ക് ചില ബിസിനസ് ഐഡിയാസൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അതൊക്കെ ഓരോന്ന് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ കൂടെ നിങ്ങൾ ഓരോ ഡെവലപ്മെൻറ്റിനും എൻ്റെ ഓരോ വീഡിയോസ് കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ലൈഫിൽ ഫോളോ ചെയ്തോളൂ. എല്ലാം നല്ലതിനായിട്ട് വരും, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മളുടെ സെൽഫ് ഡിസിപ്ലിൻ, അതിപ്പോൾ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനാകട്ടെ, നമ്മുടെ സൗന്ദര്യ സംരക്ഷണമാകട്ടെ, മുടി സംരക്ഷണമാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ട് നമുക്ക് തന്നെയായിട്ടുള്ള കുറച്ച് സമയങ്ങൾ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചില വീഡിയോസൊക്കെ കാണുക, കേൾക്കുക.
ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മൾ പുതിയൊരു വ്യക്തിയായി. നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ നമ്മളെല്ലാ കാര്യത്തിലും കോൺഫിഡൻ്റ് ആവണമെന്നില്ലല്ലോ. നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് പെർഫെക്റ്റായിട്ട് ഒന്നും കൂടെ പഠിച്ച് കോൺഫിഡൻ്റ് ആവുക. ശരിക്കും പറഞ്ഞാൽ പറയത്തില്ലേ, ഒരു വീട്ടിലെ സ്ത്രീയാണ് ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകണോ ചീത്ത രീതിയിൽ പോകണമെന്ന് വിചാരിക്കുന്ന ആൾ. സത്യമാണ്. ഞാൻ നന്നായപ്പോൾ എന്താ പറ്റിയെന്ന് അറിയാമോ? ഞാൻ നന്നായപ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കാൻ തുടങ്ങി. ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങി കറക്റ്റായിട്ട്. 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ 7 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഇവരെ രണ്ടുപേരെയും എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്താ പറ്റി, ഇപ്പം ഞങ്ങൾ ചില ദിവസങ്ങളിലൊക്കെ 12 മണിക്കും 1 മണിക്കും ഒക്കെ ആയിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പം അതെല്ലാം മാറി മാക്സിമം 10 മണിയാകുമ്പോൾ എല്ലാവരും കട്ടിലേക്ക് കയറിയിരിക്കും. ഞാനൊരു വ്യക്തി ചേഞ്ച് ആയപ്പോൾ എൻ്റെ ഫാമിലിയിൽ 2 പേരെ ചേഞ്ച് ആക്കാൻ എനിക്ക് പറ്റി. അവരുടെ ടൈമൊക്കെ നമ്മളാണ് ഇത്രയും നാളും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കിടന്നുറങ്ങാൻ റെഡി ആകുന്നില്ലെങ്കിൽ അവരെങ്ങനെ റെഡിയാവും? നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ ലേറ്റായി, അതുകൊണ്ട് അവരും ലേറ്റായി. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന എൻ്റെ ലൈഫിന് ഒരു താളം, ഒരു ഓർഡർ ഞാൻ വരുത്തി. എൻ്റെ സ്വന്തം ലൈഫിന് ഓർഡർ വരുത്തി. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഇത് കൊടുക്കാൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെന്ന വ്യക്തി നമ്മളെ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിലുള്ള സാഹചര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആകുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ അവരെ ഒന്നും ചേഞ്ച് ആക്കാൻ പോകണ്ട. ഞാൻ എപ്പോഴും വിചാരിക്കുന്നു എൻ്റെ കുഴപ്പമല്ല, ഹസ്ബൻഡിൻ്റെ കുഴപ്പം. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് ചേഞ്ച് ചെയ്യാൻ, നമ്മളെ ചേഞ്ച് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. വേറെ ഒരാളെയും ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാൻ തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സാഹചര്യങ്ങളും പോസിറ്റീവായി തുടങ്ങി. എൻ്റെ ലൈഫിൽ അങ്ങനെയാണ് സംഭവിച്ചത്. ഇനി എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാൻ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാമെന്നുള്ളൊരു കോൺഫിഡൻസും എനിക്ക് വന്നു. ഈ കോൺഫിഡൻസ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ, കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോടുള്ള റെസ്പെക്റ്റും, എന്നെക്കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധം ഉള്ളിൽ നിന്ന് വരുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ തന്നെ നമ്മളോട് ശ്രദ്ധ കേന്ദ്രീകരിച്ച്, മീൻസ് ഇന്നെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നാളെ തന്നെ റിസൾട്ട് കിട്ടത്തില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ സക്സസ് വേണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളിലോട്ട് തന്നെ തിരിഞ്ഞു നോക്കി നമ്മളിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ പോകാൻ. നമ്മളിൽ തന്നെ ചേഞ്ചസ് വരുത്തി നമ്മളെ കൂടുതലായിട്ട്, ഞാൻ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചുറ്റുപാടുമുള്ള ലോകം, അല്ലെങ്കിൽ എന്നെ ചുറ്റുപാടും മറ്റുള്ളവർ കാണുന്നതും കേൾക്കുന്നതിൻ്റെ എല്ലാ രീതികളും മാറി. ഞാൻ തന്നെ അങ്ങനെ ആക്കിയെടുത്തതാണ് എന്നെ. ഇപ്പം ഇത് നേരത്തെ ആകാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള സമയം കിട്ടിയത്. ഇനി എൻ്റെ ലൈഫ് ഒരിക്കലും ടൈം വേസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ചെയ്യത്തില്ല എന്ന് ഞാനിവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ മുന്നോട്ടുള്ള ഓരോ പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഞാൻ നടപ്പിലാക്കും. അതെല്ലാം സക്സസ് ആക്കുകയും ചെയ്യും. അതിന് ഞാൻ ഒത്തിരി വർഷങ്ങൾ പോലും കൊടുക്കുന്നില്ല. ഞാൻ 1-2 വർഷത്തിനുള്ളിൽ ഞാൻ സക്സസ് ആവും. അതായത് എൻ്റെ സക്സസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്, അതെല്ലാം നേടിയെടുക്കുക എന്നുള്ളത്. അതെന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. വെറും സാധാരണ ഹൗസ് വൈഫായിട്ടിരിക്കുന്ന എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എന്നെ കേൾക്കുന്ന ഓരോ സ്ത്രീകൾക്ക് വേണ്ടിയാണ് കൂടുതലും ഞാൻ പറയുന്നത്. നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിച്ചിട്ട് ആ ടൈം നിങ്ങൾക്ക് സ്വന്തം പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഡിസിപ്ലിന് വേണ്ടിയും ഉപയോഗിച്ച് നോക്ക്. നിങ്ങൾ ജീവിതത്തിൽ എന്താകണമെന്ന് ആഗ്രഹിച്ചാലും വേഗം തന്നെ നടക്കുന്നതാണ്. നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണോ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണോ, അതെല്ലാം നിങ്ങൾ സെൽഫ് ഡിസിപ്ലിനിലോട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് വഴികളും മാർഗ്ഗങ്ങളും എല്ലാം തെളിഞ്ഞു വരും.